നമ്മുടെ ഫ്ലൈറ്റിന്റെ അടുത്ത് പോകും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് ഈ മാറിക്കേറലാട്ടോ. 1 കിലോമീറ്ററോളം ഞങ്ങൾ ബസ്സിൽ കറക്കി. നമുക്ക് പോകുന്ന ഫ്ലൈറ്റ് ഏതോ ഒരു മുക്കിലാണ് കൊണ്ടുപോയി നിർത്തി. പിന്നെ സമാധാനം എന്താ വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് സൗദിയുടെ ഫ്ലൈറ്റിന്റെ, അതുകൊണ്ട് പിന്നെ നമ്മൾ സ്വീപ്പ് ആവില്ല. അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എത്തി. നമുക്ക് കിട്ടിയത് ഒരു കൂറ്റം ഫ്ലൈറ്റിന്റെ 3 ലെയർ ആയിട്ടാണ് സീറ്റിംഗ് കപ്പാസിറ്റി തന്നെ. ഏകദേശം 350 ആൾക്കാർക്ക് യാത്ര ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ ടോട്ടൽ ആകെ 250 ആളുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കുറെ സീറ്റുകൾ കാലുണ്ട്. പക്ഷെ എന്നാലും ഫ്ലൈറ്റ് കമ്പനിക്കാർക്ക് നഷ്ടമില്ല. യുദ്ധത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാവരും ഒടുക്കത്തെ ഫെയർ മേടിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പോയടത്തോളം ഒക്കെ വിൻഡോ സീറ്റ് കിട്ടിയിരിക്കണം. പക്ഷേ ഇതിലേക്ക് സെന്ററിലാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ തന്നെ മൂടണ്ട് പോയി. പിന്നെ ബാക്കൊന്നും ആൾക്കാർ വരുന്നില്ല, ബാക്കൊക്കെ കാലി. അപ്പൊ നമ്മൾ നൈസായിട്ട് സീറ്റാണ് ചേഞ്ച് ആക്കി. എന്റെ കയ്യിലുള്ള സാധനം ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയാട്ടോ. ഇതൊരു ഹെഡ്സെറ്റ് ആണ്. എല്ലാ സീറ്റിന്റെ ബാക്കിലും TV ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന മൂവി അതേപോലെ സോങ് ഒക്കെ നമുക്ക് ഇരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡ്സെറ്റ്. അങ്ങനെ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ആവാറായി. എത്ര ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും ഫ്ലൈറ്റ് പൊന്തുമ്പോഴും താഴ്ത്തുമ്പോഴും ചെറിയൊരു പേടി ഉണ്ടാവും. അങ്ങനെ വിമാനം പറന്നു മേൽക്ക്. താഴത്തുണ്ടായിരുന്ന കൂറ്റം ബിൽഡിങ്ങുകളൊക്കെ ചെറിയ തീപ്പെട്ടിക്കൂട് പോലായി. വിൻഡോ സീറ്റ് കിട്ടിയപ്പോ തന്നെ ഞാൻ കുറച്ച് പുറം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോഴാണ് നമുക്കുള്ള ഫുഡുകളൊക്കെ എത്തിയിട്ടാ. സൗദിയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ പിന്നെ ഫുഡ് നിർബന്ധിക്കാം. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. നമ്മൾ തെരഞ്ഞെടുത്തത് നോൺ വെജ് ആണ്. ഇന്നലെ മുതൽ രാത്രി ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ടൈം ഒന്നും നമ്മളെ യാത്ര. ഇതിന്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ സാധനം അൽമറായി. ഏതൊരു പ്രവാസി മനസ്സിൽ മറക്കാത്തൊരു പേര്. ഈ നാട്ടിലെത്തിയാൽ അൽമറായുടെ പ്രോഡക്റ്റ് ഒക്കെ മിസ്സാവും. ആ ഒരു ചെറിയ സങ്കടം മനസ്സിലുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റാത്തായി. അപ്പൊ പുറത്ത് നോക്കിയപ്പോ നല്ലൊരു വ്യൂ. എനിക്കിങ്ങനെ ഇപ്പൊ തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ജമ്മു കാശ്മീരിന്റെ ഒക്കെ മേൽക്കൂടെ പോണ പോലെ ഒരു ഫീൽ. ഈ മേഘങ്ങൾ കാണുന്ന പോലെ ഒന്നും കേട്ടോ, ഭയങ്കര ഡേഞ്ചറാ. എന്റെ മോനെ ഇതിന്റെ ഫ്ലൈറ്റ് ഉണ്ട് പെട്ടാണ്ടല്ലോ, ഫ്ലൈറ്റ് ആകെ കിടന്ന ആടും. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം നാട്ടിലെത്തി. വാവ്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. ഞാൻ ഇറങ്ങിയത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാട്ടോ. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇഞ്ഞിരിക്കണക്ക് 3.5 മണിക്കൂർ വണ്ടിയിൽ. ആ ഒരു ചെറിയ ചൊറയാണ് ഈ കാര്യത്തിലുള്ളത്. അങ്ങനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു അൽഹംദുലില്ലാ. നമ്മളെ എയർപോർട്ടിന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങോട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാം. കസ്റ്റംസ് ഏരിയാണ് അവിടെ ചൊറ. ഒരു കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്റെ പെട്ടി അയപ്പിച്ചാണ്. ഒരു ചെറിയ പേടി മനസ്സിലുണ്ട്. പുറത്തിറങ്ങിയപ്പോ കുറെ കള്ളും കുപ്പികളും. ബാക്കി വീഡിയോ ഒക്കെ പിന്നെ വരും.